എടാ, ഇങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാ? ഇതിനെ പേടിച്ച് രാത്രി ആർക്കും പുറത്തൊന്നും ഇറങ്ങണ്ടേ? പിന്നെ ഇപ്പം എന്ത് ചെയ്യുക? നാട്ടുകാരും പോലീസുകാരും ഓരോ കൊണ്ട് പറ്റണ പോലെ നോക്കിക്കണേ. പക്ഷെ അതിൻ്റെ പിടിക്കാൻ പോയിട്ട് എൻ്റെ പൊടി പോലും കിട്ടണില്ല. ഞാൻ അതിൻ്റെ മുന്നേ പെട്ടലളിയാ. എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് എനിക്കെന്നെ അറിയില്ല. എടാ, അന്ന് അതിന് ശരിക്കും ഒന്നുണ്ടായി? എടാ, അന്ന് ഞാനേ ടൂർണമെൻ്റ് കഴിഞ്ഞ് വരികയായിരുന്നു. അന്ന് ആൾക്കാർ ഈ ബ്ലാക്ക് മാൻ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ വല്ല കാര്യമൊക്കെ എടുത്തിട്ടൊന്നും ഉണ്ടാകുന്നില്ല. അല്ലടാ, ഇതിനെന്ത് ബ്ലാക്ക് മാൻ എന്ന് പേര് വരാൻ കാരണം? അതാപ്പം എൻ്റെ പ്രശ്നം. എൻ്റെ വർഷലാടോ ഇവനാ ബ്ലാക്ക് മാൻ എന്ന് പേരിട്ടത്. എടാ, അത് ഈ സാധനം ഫുള്ള് ബ്ലാക്ക് ഡ്രസ്സിലാണ്. ചിലപ്പോൾ അതുകൊണ്ടാവും. ഏയ്, ഈ അത് വിട്, ഈ വാക്കി പറ. എടാ, എന്നിട്ട് ഞാനേ നമ്മളെ പാടത്തിൻ്റെ അടുത്തൊരു വളവില്ലേ, അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. സമയം ഒരു 12-12:30 കഴിഞ്ഞിട്ടുണ്ടാവും. എടാ, എന്നിട്ട് എന്തുണ്ടായി? എന്നിട്ടെന്താ, ഒരു പുലർച്ചയൊക്കെ ആകുമ്പോൾ പിന്നെ ആരെ കൂടി എടുത്ത് ഹോസ്പിറ്റൽ കൊണ്ടിട്ട് അവിടെ നിന്നാണ് ബോധം വന്നത്. പിന്നെ ഒരാഴ്ചയാണ് ഞാൻ പനി പിടിച്ചിടുന്നത്. എന്നാലും എനിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ. 2 ദിവസം മുന്നേ അപ്പൂൻ്റെ അച്ഛനെ മില്ലിൻ്റെ അടുത്ത് വളർന്ന് ഫ്രണ്ടിക്ക് ആടി കൈയിൻ്റെ അവിടെയൊക്കെ മുറിച്ചത്രേ. ഇവന്മാരെ പിടിക്കാൻ എന്ത് വഴി? പോലീസോ കുറെ നോക്കിയല്ലേ, എന്നിട്ടൊന്നും അറിഞ്ഞില്ലല്ലോ. എനിക്കറിയില്ല. പക്ഷേ ആദ്യമൊക്കെ അത് ആൾക്കാർ വെറും പേടിപ്പിക്കലായിരുന്നു. പിന്നെ പിന്നെ ചെറിയ ഉപദ്രവമൊക്കെ ആയി. ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അതൊരാളെ കൊന്നു എന്നുള്ള വാർത്ത നമ്മൾ കേൾക്കേണ്ടി വരും. ഞാനേ പോട്ടറാ, എനിക്ക് ലേറ്റായി. എന്താ പേടിച്ചു വേണം? ഏയ് പോട്ടറാ, കുറച്ച് പണിയുണ്ട്. ഇത്രയ്ക്കൊന്നും ലേറ്റ് ആയില്ല കേട്ടാ. ഇപ്പം തന്നെ ബ്ലാക്ക് മാൻ വരുന്നുണ്ടാവില്ല. ഓ, ബ്ലാക്ക് മാൻ ലൈറ്റ് ആയിട്ടാ വരിക എന്നുള്ളത് നാട്ടുകാർ പറഞ്ഞുണ്ടാക്കിയ, അല്ലാതെ ബ്ലാക്ക് മാൻ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് വേറെ പേര പിടിക്കാൻ നോക്ക്. ഓക്കെ. എന്നാലും ഇത് ആരാ ഇവിടെ? ഇത്രയും കാലം നമ്മുടെ നാട്ടിലൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ. ഇതിപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ എവിടെ നിന്നേ? എന്തിനായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത്? ആർക്കറിയാം. നമ്മുടെ നാട്ടുകാർ പറഞ്ഞു നടക്കുന്ന ഒരു കഥ ഉണ്ട്, അതറിയും എനിക്ക്. എന്ത് കഥ? കഥ എന്ന് പറയുമ്പോൾ ശരിക്കുണ്ടായ സംഭവം എന്നാണ് അവർ പറയുന്നത്. അതായത് എൻ്റെ അമ്മമ്മയുടെ കുട്ടിക്കാലത്ത് നമ്മുടെ നാട്ടിൽ 2 ആൾക്കാരുണ്ടായിരുന്നത്രേ, മണിയനും ചന്ദ്രനും. ഇവർ നാട്ടുകാരിൽ നിന്ന് എന്തൊക്കെ നിഗൂഢമായ കാര്യങ്ങൾ മറച്ചു ചെയ്യുന്നത്രേ. ഇവർ രാത്രിയുടെ മറവിൽ ഏറ്റുമുട്ടും. ഇത് കണ്ടു നിന്നവർ പറഞ്ഞത് ഇവർ സാധാരണ മനുഷ്യന്മാരെ പോലെയല്ല, ഇവർക്ക് എന്തൊക്കെ അദൃശ്യ ശക്തികളുണ്ട്. അങ്ങനൊരു സമയം കഴിഞ്ഞപ്പോൾ ഈ ചന്ദ്രൻ നാട്ടുകാരൊക്കെ ഉപദ്രവിക്കാൻ തുടങ്ങി. ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഉപദ്രവം. നാട്ടുകാരെ പൈസ പിടിച്ചു പറിക്കുക, നാട്ടുകാരെ ആവശ്യമില്ലാണ്ട് പേടിപ്പിക്കുക. അങ്ങനെ നാട്ടുകാർക്കാർക്കും പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥ വന്നു. എല്ലാവരും എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും ഇവനെ പിടിക്കാൻ പറ്റണില്ല. കാരണം ഇവനെന്തൊക്കെ ശക്തികളുണ്ട്. അങ്ങനെ നാട്ടുകാർക്ക് വേറെ ഒരു വഴിയില്ല എന്നുള്ള അവസ്ഥ വന്നപ്പോൾ നാട്ടുകാർ മണിയൻ്റെ അടുത്ത് പോയി. അന്നാണ് നാട്ടുകാർ ആദ്യമായിട്ടും അവസാനമായിട്ടും മണിയനോട് സംസാരിക്കുന്നത്. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് മണിയൻ ചന്ദ്രനെ കൊന്ന്. അതിനുശേഷം മണിയനെ ആരും കണ്ടിട്ടില്ല, ഇന്നേ വരെ ആരും കണ്ടിട്ടില്ല. അപ്പോൾ ഇവർ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങളും അന്ന് നടന്ന സംഭവങ്ങളും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്നാണ്. അതായത് ഇപ്പോൾ ഈ ബ്ലാക്ക് മാന് കിട്ടിയിരിക്കണത് ചന്ദ്രൻ്റെ കഴിവുകളാണ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ബ്ലാക്ക് മാനെ തടഞ്ഞു നിർത്തണമെങ്കിൽ മണിയനെ പോലെ ഒരാൾ വരണം. അതെപ്പോൾ വരും, എങ്ങനെ വരുന്നൊന്നും ആർക്കും അറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, പിന്നെ അയാളെ കൊണ്ട് മാത്രമേ ബ്ലാക്ക് മാനെ തടുക്കാൻ പറ്റുള്ളൂ. ഈ കണ്ട മുത്തശ്ശി കഥ പൊക്കി പിടിച്ച് വരല്ലേ? എടാ, ഞാൻ വെറുതെ അങ്ങോട്ട് പറഞ്ഞതല്ല.
ഞാൻ ഈ സാധനത്തിനെ കണ്ടതല്ലേ. ഇത് സാധാരണ മനുഷ്യന്മാരെ പോലെ അല്ലടാ. ഇത് എവിടുന്നാ വരുന്നേ, എങ്ങോട്ടാ പോകണമെന്ന് നമുക്ക് കാണാൻ പോലും പറ്റില്ല. കുറപ്പാ ഒരു സാധാരണ മനുഷ്യനെ കൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ കൂടി കൂട്ടി വായിക്കുമ്പോൾ ഇത് വെറും മുത്തശ്ശി കഥയായിട്ട് എടുക്കാർക്ക് തോന്നുന്നില്ല. ഈ വെറുതെ ഓരോന്ന് പറഞ്ഞ ആളെ തിരിപ്പിക്കല്ലേ. എടാ, എന്നെ തിരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എനിക്കിതൊക്കെ കേട്ടപ്പോൾ കുറച്ച് സംശയങ്ങൾ തോന്നി. അനക്കും തോന്നിയില്ലേ? തോന്നി. ഈ വന്ന് നമുക്ക് വീട്ടിൽ പോവാം. അപ്പം തന്നെ പോവാ. ആ സാറില്ല, മൂട് പോയി. വാ പോവാം. വാടാ. വരുന്നേ. എടാ, നമ്മുടെ വിഷ്ണു ഗൾഫിൽ പോവാ കേട്ടല്ലോ. ഞാൻ ഇന്നലെ